സാമ്പാർ വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ് വെച്ചിട്ടുള്ള ഒരു അടാറ് പരിപാടി. അടാർന്ന് വെറുതെ പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നിൽക്കുക. അപ്പോൾ ഒരുപാട് കഥ പറച്ചിലൊന്നുമില്ല, നമ്മൾ പരിപാടി തുടങ്ങാൻ പോകണം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 280 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ഇപ്പോൾ കാണിച്ചിട്ടുള്ള പരിപ്പ് ഒരു 3-4 വട്ടം കഴുകിയെടുത്ത് അതിനകത്തോട്ട് കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഇനി മെയിനായിട്ടും വേണ്ടത് ഒരു 1/4 കിലോ, അതായത് 280 ഗ്രാം ചെറിയുള്ളിയാണ്. അത് മുഴുവനായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെ ആയിരിക്കും. 10 അല്ലി വെളുത്തുള്ളിയും 2 വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തതും നല്ല എരിവുള്ള 3 പച്ചമുളകോട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 കറിവേപ്പിലൂടെ ഇട്ടങ്ങോട്ട് കൊടുക്കുക. ഇനി ഇതിന് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ്. വേവിക്കാനായിട്ടുള്ള സമയത്ത് ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിലാക്കി കുറച്ച് സമയം കൊണ്ട് തന്നെ ദാണ്ട് ഇതിപ്പോൾ ഇവിടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ വാളംപുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത്. അത് ഒരുപാട് ഒഴിക്കേണ്ട, കുറച്ച് മാത്രം മതി. തക്കാളി ഇട്ടുകൊണ്ട് കുറച്ച് മാത്രം ചേർത്തിച്ചാൽ മതി. ഇനിയിപ്പോൾ തക്കാളി ചേർത്തുകൊണ്ട് ഇത് ചേർക്കണമെന്ന് ചോദിക്കും, മസ്റ്റായിട്ടും വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ചെറിയ തീയിലോട്ട് അങ്ങോട്ട് ഇട്ടേക്കുക. ഈ സമയത്ത് നമുക്കൊരു പരിപാടിയുടെ ബാക്കിയുണ്ട്. ഒരു പാനിനകത്തിലോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. വറ്റൽമുളകാണ്, അതൊരു 3-4 കൂടി ഇട്ടങ്ങോട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തങ്ങോട്ട് എടുക്കണം. വറുത്ത് ഈ ഒരു വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്തൂന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. ഒരുപാട് പൊടികളൊന്നുമില്ല. 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം മല്ലിപ്പൊടി എടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഈ പൊടി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ കളർ ഉണ്ടല്ലോ നല്ല ഒരു ഡാർക്ക് പരുവത്തിൽ ദാണ്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ചെറിയ തീയിലിരിക്കുന്ന ആ ഒരു പരിപ്പിൻ്റെ മുകളിലോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ആ മസാല മൂപ്പിക്കാൻ ഉപയോഗിച്ച പാനിനകത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടുണ്ടല്ലോ തവി ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ കളർ മൊത്തത്തിൽ മാറി നല്ല ചൊവ്വാന്ന് അങ്ങോട്ട് കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചേക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് സമയം തിളപ്പിക്കരുത്. ഒരു 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പുള്ളിക്കറി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വരുമേ. ഇതിനകത്തിൽ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അവസാനം ചേർക്കാനായിട്ട് നിൽക്കരുത്. പക്ഷേ ഈ ഒരു രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ചോദിക്കും ഇത് സാധാരണ പരിപ്പ് കറി അല്ലേ സാഹുവെന്ന്. സാധാരണ പരിപ്പ് കറിക്കകത്ത് നമ്മൾ വാളംപുളി ഒന്നും ചേർക്കാറില്ല. അതൊക്കെ അതിനകത്തിൽ ആ ഒരു ചെറിയുള്ളിയൊക്കെ ഉണ്ടല്ലോ മുഴുവനായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, മുറിച്ചിട്ടിടാനായിട്ടേ പാടില്ല. അതുപോലെ തന്നെ സവാള ചേർക്കാനായിട്ട് പാടില്ല. ഇത് കഴിക്കുമ്പോണ്ടല്ലോ നല്ല ചൂട് ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ എന്തിനേറെ പറയുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ വരെ വേറെ ലെവലായിട്ടുള്ള ഐറ്റമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി ഐറ്റം. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു കിടുക്കാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.